ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെൻസ്റ്റേഴ്സ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ സമയം 6:45 കേട്ടോ. ഇന്ന് വീട്ടിൽ വേറെ ആരുമില്ല, ഞാനും ഏട്ടനും പിള്ളേരും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്ന് വരും, അവർ വരും. പോയ ആൾക്കാർ ഇന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട്. അവരൊരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് പോയിട്ടുള്ളതാണ്. അച്ഛനമ്മയും കീത്തും നിഖിലാണ് പോയിട്ടുള്ളത് കേട്ടോ. ഒരു 4 ദിവസമായി. സൺഡേ ആണ് അവർ പോയത്. ഇപ്പോൾ ഒരു 4 ദിവസമായിട്ടുണ്ട് പോയിട്ട്. അപ്പം എന്താ പറയുക, ഇത്രയും ദിവസം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് പോയി, പിന്നെ വേഗം ദിവസങ്ങൾ പോയായിരുന്നു. പക്ഷെ ഭയങ്കര ബോറിംഗ് ആണ്, അതാണ് പ്രശ്നം. നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടെ ജീവിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ മാത്രമായിട്ടൊരു ചെറിയ ഫാമിലിയായിട്ട് ജീവിക്കുമ്പോൾ എങ്ങനെയുണ്ടാവും, അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് 2 ദിവസം കൊണ്ട് മനസ്സിലായി. വെച്ചാൽ അതെങ്ങനെയായിരിക്കും ഒരു സംഭവം എന്നുള്ളത്. ഇതിനു മുമ്പ് നിന്നിട്ടില്ലെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് നിന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. നിഖിലിൻ്റെയും ഗീത്തുൻ്റെ ഒക്കെ കല്യാണത്തിന് മുമ്പാണ് നിന്നിട്ടുള്ളത്. ആരെങ്കിലും ഒരാളോടെ ഉണ്ടാവും, അച്ഛനോ അല്ലെങ്കിൽ നിഖിലോ, അങ്ങനെ ആരെങ്കിലും ഒരാളുണ്ടാവും. ഞങ്ങൾ മാത്രമായിട്ട് ഐ തിങ്ക് ഇത് ആദ്യത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റേതായ കുറേ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ അങ്ങനെ അല്ലാത്ത കാരണം അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ പാറൂസിൽ നിന്ന് ക്ലാസ്സിലേക്ക് പോകേണ്ട അത്യാവശ്യമുണ്ട്. ക്ലാസ്സിലേക്ക് പോകേണ്ടതുകൊണ്ട് നമ്മൾ റെഡിയാക്കാനൊക്കെ നോക്കട്ടെ. ഫസ്റ്റ് എനിക്ക് പീരീഡ്സ് ആണ്. പീരീഡ്സ് ആയതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര വയറുവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നലത്തെ ഒരു ദിവസം എങ്ങനെ കഴിച്ചു പോയെന്ന് എനിക്കറിയില്ല. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ മാത്രമാണ് നമ്മളെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എത്ര വൈകുന്നേരം നമ്മൾ എണീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മൾ എടുക്കുകയുള്ളൂ. കാരണം നമ്മൾ വേണ്ടതൊക്കെ ചെയ്ത് കൊടുക്കാനും പിള്ളേരെ നോക്കാനും. എനിക്കിപ്പോൾ പീരീഡ്സ് ഭയങ്കര വയറുവേദന, ഞാൻ എടുക്കും ഇവിടെ. കാരണം ഇവിടെ അമ്മയുണ്ട്, കീത്തുണ്ട്, അച്ഛനുണ്ട്, ബാക്കി എല്ലാവരും ഉണ്ട് പിള്ളേരെ നോക്കാൻ. കീത്തും അമ്മയും പിള്ളേർക്ക് ഫുഡ് കൊടുത്തോളും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇന്നലെ ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ വയറുവേദനയായിരുന്നു. കാരണം എൻ്റെ ഓർമ്മയിലും കൂടെ എനിക്ക് അങ്ങനത്തെ ഒരു വയറുവേദന പീരീഡ്സിൽ വന്നിട്ടില്ല. ഡെലിവറി ടൈമിലുണ്ടായിരുന്ന ആ ഒരു വേദന, സ്റ്റാർട്ടിങ് വേദന, അങ്ങനത്തെ വേദനയായിരുന്നു ഇന്നലെ. വൃത്തിയിട്ട ദിവസമായിരുന്നു. പക്ഷെ ഞാൻ ഒട്ടും കെടുന്നില്ല. ഞാൻ എങ്ങനെ, എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ എന്തേ ഞാൻ കെടുക്കാണ്ടിരുന്നതെന്ന് ആലോചിക്കുന്നു. സോ ഇന്ന് എനിക്കും ബുദ്ധിമുട്ടുകൾ നന്നായിട്ടുണ്ട്. പക്ഷെ നെവർ മൈൻഡ്. ഇനി പാറുവിൻ്റെ സ്കൂളിലേക്കുള്ള പാറുവിൻ്റെ ചോറാണെന്ന് കൊടുത്തയക്കുന്നത്. ടിഫിനിലേക്ക് കുറച്ച് സ്ട്രോബെറി ഇരിക്കുന്നുണ്ട്, സ്ട്രോബെറി കൊടുത്തയക്കാം. ലഞ്ച് ചോറും പിന്നെ എന്തെങ്കിലും ഒരു സംതിങ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം എഴുന്നേറ്റ് ദേ ചായയൊക്കെ വെക്കുകയാണ്. എനിക്ക് എന്താണെന്നറിയില്ല കേട്ടോ, ഭയങ്കര സ്ലോ ആയിരുന്നു ഞാൻ. ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല എനിക്ക്. സാധാരണ എനിക്ക് അങ്ങനെ ആയിരിക്കില്ല. അമ്മ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പെടച്ചിൽ കൂടുതലായിരിക്കും. കാരണം ലാസ്റ്റ് ടൈം ആകുമ്പോൾ പാറുവിന് വാശി പിടിച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുക്കളയ്ക്കും അങ്ങോട്ടൊന്നും ഓടിയെത്താൻ പറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇന്നെന്താണെന്നറിയില്ല, ഭയങ്കര സ്ലോ ആയിരുന്നു ഞാൻ. അത് ശരീരം ക്ഷീണിച്ചത് കൊണ്ടിരിക്കും, അത് മീൻസ് വയ്യാത്തതുകൊണ്ടാണോ എന്നറിയില്ല കേട്ടോ. അപ്പം നോക്കിയപ്പോൾ പഞ്ചസാര ഉണ്ടായിരുന്നില്ല. പഞ്ചസാര വേറെ ചെപ്പിലെടുത്ത് വെച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടുകൊണ്ട് ഭാഗ്യം, അല്ലെങ്കിൽ ഞാൻ ടെൻഷൻ അടിച്ച് മരിച്ചതിന്. അപ്പോൾ നമുക്ക് എപ്പോഴും ഗ്യാസ് തീരും. നിങ്ങൾ കാണാറുണ്ടല്ലോ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ, എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടെങ്കിൽ ഗ്യാസ് തീരും. ഇന്ന് വീട്ടിൽ ആരുമില്ല, ഗ്യാസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മൾ പെട്ടുപോയേനെ. എണീപ്പിച്ച് ഇവിടെ കുത്തിയിരുത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പൊക്കിയെടുക്കാനാണ് ഏറ്റവും പാട്. അല്ല വാർട്ട, ഇവിടെ നിന്ന് എടുക്കാൻ നല്ല പാട്. അത് കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഓക്കെയാണ്, സ്മൂത്ത് ആയിട്ട് പോയിക്കോളും. കുളി വരെ അപ്പൊ ഞാൻ പറഞ്ഞു പാറുട്ട അമ്മയ്ക്ക് വയ്യ. ഇന്നലെ അമ്മയ്ക്ക് വയ്യായിരുന്നല്ലോ പറവോ, വയ്യ അമ്മയ്ക്ക്. അതുകൊണ്ട് വേഗം എനിക്ക് വേഗം റെഡിയാവും. ഏയ്നോ റെഡിയാവും. പറയും ഞാൻ ഒരുങ്ങാൻ പോണ്, സ്കൂളിൽ പോവാൻ പോണ്. ഇന്ന് വെനസ്ഡേ ആണ്. വെനസ്ഡേ എൻ്റെ ഫേവറേറ്റ് യൂണിഫോം ആണ് അല്ലേ? പറ, ഒരുങ്ങിട്ട് വരാതെ. നമ്മുടെ ഫസ്റ്റത്തെ വാങ്ങിയാണോ?
അതെ നമ്മുടെ മാങ്ങ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ കുറേ നമ്മുടെ ഷോർട്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ മാങ്ങയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊല്ലന്നൊക്കെ വന്നിട്ട് അവിടെ നമ്മൾ ഡാൻസ് കളിച്ചൊക്കെ ഓർമ്മില്ല. അതുകൊണ്ട് രണ്ടാമത് സീസൺ വന്നു തുടങ്ങി. പക്ഷെ കുറേ ഇങ്ങനെ എണ്ണാൻ കൊത്തിരുന്നുണ്ടല്ലോ ഏട്ടാ, കുറേ എണ്ണാൻ കൊത്തിട്ട് നശിച്ചു പോകുന്നുണ്ട്. ഓക്കെ, നമ്മുടെ പാറുമോക്ക് കൊടുക്കുക, ഭയങ്കര ഇഷ്ടമാണ് പാറുന്നത്. ഓക്കെ, പിന്നെ നമ്മുടെ കാശുകൂട്ടനായിട്ടുണ്ട് തോളിൽ എടുക്കുകയാണ്, വെറുതെ ഇങ്ങനെ നടക്കും, ഒന്നിനും സമ്മതിക്കില്ലേ, അത് കിടന്നുകൊണ്ടിരിക്കുക. ചോറാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പടവും സവാളയും കൂടെ വറുത്ത് നമ്മുടെ സദ്യയിലൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് ഒരു സൈഡിൽ ഒരു കറി ആയിട്ട് കിട്ടത്തില്ലേ, ആ സാധനം ഉണ്ടാക്കുന്നത്. അപ്പോൾ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു മോർണിംഗ് റൂട്ടീൻ അല്ല ഡേ മൈ ലൈഫാണ് എടുക്കാൻ പോണത്. അപ്പം ചെയ്യട്ടെ. എനിക്ക് ഇവിടെ ആരില്ലാത്തോണ്ടല്ല അടുക്കളയിൽ എന്താ അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ധൈര്യമാണ്. കാരണം എനിക്ക് പിള്ളേരെ അടുത്ത് പോകാനും ഇവിടെ അമ്മക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തോളും. അമ്മയില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. പക്ഷെ ഇന്ന് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ആലസ്യം. ക്ലാസ്സിൽ രാവിലെ പറഞ്ഞയക്കണം എന്നുള്ളൊരു ബോധമൊന്നും പോകുന്നില്ല. തട്ടിമുട്ടിയ ചിലപ്പോൾ ഒട്ടും വയ്യാത്തോണ്ടായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പപ്പടം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് എന്താ പറയുക, നമ്മൾ പാറൂസിന് ഭയങ്കര സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ട് കാര്യമില്ല, അവൾ കഴിക്കില്ല. കറിയൊക്കെ അതുപോലെ വെച്ച് വരും. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ വെച്ച് കൊടുത്താൽ ചോറുണ്ടോളും കേട്ടോ. അപ്പോൾ അതേ കാശിക്ക് ഇപ്പോൾ ഈ ഒരു ശീലം പതിവാണ്. അവൾ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ റസ്ക്കും ചായയും കുടിക്കും. അത് ആൾക്ക് നിർബന്ധമായിട്ട് ഇപ്പോൾ വേണം. അത് റസ്ക്കും ചായയും വെച്ച് കൊടുത്താൽ മതി, ആൾ അവൻ്റെ ഇഷ്ടത്തിന് കഴിച്ചോളും. ആർക്കും ഒരു ശല്യം ഉണ്ടായിരിക്കില്ലേ കുട്ടീനെ കൊണ്ട്. ഞാനപ്പോൾ അവൻ്റെ കഴിഞ്ഞതിന് ശേഷം പാറുവിനെ ഭക്ഷണം കഴിക്കാൻ നിർത്താണ് കേട്ടോ. ഇവിടെയാണ് ഏറ്റവും തൊന്തരവ്, ഒരു സാധനം കഴിക്കില്ല, പിന്നെ നമ്മളിട്ട് ഓടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, പാറു അമ്മയ്ക്ക് വയ്യ, അമ്മയ്ക്ക് പീരീഡ്സ് ആയിരിക്കുകയാണ്, വയറുവേദനയാണ്. ഇപ്പം അവൾക്ക് കുറേയൊക്കെ അറിയാം വയറുവേദന. എനിക്ക് വയറുവേദന എന്ന് പറയുമ്പോൾ തന്നെ കുട്ടീനോട് ചോദിക്കും അമ്മയ്ക്ക് പീരീഡ്സ് ആണോ എന്ന് ചോദിക്കും. അത് മേ ബി ഇപ്പോൾ ഞാനുണ്ട്, കീത്തുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും അറിഞ്ഞതുകൊണ്ടായിരിക്കാം കേട്ടോ. കണ്ടും കേട്ടൊക്കെ വളരുന്നത് ഇതൊക്കെ തന്നെയല്ലേ. റെഡി ആയിട്ടുണ്ട്, റെഡി ആയിട്ട് സ്കൂളിൽ പോവാണ്. ബൈ. ഇപ്പോഴേ കാശിക്കുട്ടനെ കുളിപ്പിക്കണം. കാശിക്കുട്ടൻ്റെ വെളിച്ചെണ്ണൊക്കെ പറ്റിയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. കാശിനൊന്ന് കുളിപ്പിക്കണം, അവന് പാപ്പം കൊടുക്കണം. ദാറ്റ്സ് ഓൾ. ഇറങ്ങി ബൈ പറ. ഗൈസ്, അപ്പോൾ അതേ കാശീനെ കുളിപ്പിക്കാൻ നിൽക്കണം. എനിക്കാണെങ്കിൽ നല്ല വയറുവേദനയാണ്. വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസൈക്കബിളാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമുക്ക് ഡെലിവറിക്ക് നോർമൽ ഡെലിവറി ഉള്ള ആൾക്കാർക്ക് അറിയാം, ഡെലിവറി വരുന്നേക്കാൾ മുമ്പ് നമ്മുടെ പീരീഡ്സിൻ്റെ പെയിനേക്കാളും ഒരു 2 സ്റ്റേജ് മേലെല്ലായിട്ട് ശരിക്കും വേറൊരു പെയിൻ വരും. എനിക്ക് അതേ കണക്കിനായിരുന്നു ഇന്നലെ ശരിക്കും എനിക്ക് അതേ ഞാൻ ഏട്ടനോട് പറഞ്ഞു, എനിക്ക് ശരിക്കും ഡെലിവറി പെയിൻ പോലെ എനിക്ക് തോന്നണേന്ന്. അപ്പോൾ എനിക്ക് ഇന്നലത്തേൻ്റെ അത്ര ഇല്ലെന്ന്, ഇന്നലത്തേൻ്റെ അത്ര ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന് എനിക്ക് നിൽക്കാൻ പറ്റില്ല. മരുന്ന് ഞാൻ കഴിച്ചില്ല. മരുന്ന് കഴിക്കണം എന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട. കാരണം കഴിഞ്ഞ മാസം എനിക്ക് സെയിമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഇങ്ങനെ ഭയങ്കര പീരീഡ്സിന് ഇങ്ങനെ ഭയങ്കര വയറുവേദന ഉള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഒരു ദിവസമല്ല ഉണ്ടാവുക, 4ാമത്തെ ദിവസം വരെ ഉണ്ടാവും. എനിക്ക് ആദ്യമൊക്കെ 3ൻ്റെ അന്നായിരുന്നു വേദന ഉണ്ടായിരുന്നത്. ഇപ്പം എനിക്ക് അങ്ങനെയല്ല, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, 4 ഉണ്ടാവും, പിന്നെ 6ൻ്റെ അന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് 2ആണ്, പക്ഷെ എനിക്ക് നല്ല വയറുവേദന. അപ്പം ഞാൻ എന്താ പറയുക, വീട്ടിൽ നമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് നമുക്ക് സഹായത്തിനായിട്ട് വരുന്ന ചേച്ചി ഇല്ലേ, ചേച്ചിയുടെ മോള് വന്നിരിക്കണമെന്ന് ചേച്ചി ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ വരണ്ടാന്ന് പറഞ്ഞു. ഇന്നലെ ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ, ചേച്ചി അപ്പം ഇന്നില്ല. അപ്പോൾ ഞാൻ ചോറൊക്കെ റെഡിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഏട്ടൻ ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏട്ടന് പൊരി മതി, പൊരി ഭയങ്കര ഇഷ്ടമാണ് നാളേരം കൂട്ടി കഴിക്കണത്, പൊരി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പാറു രാവിലെ ഓൾമോസ്റ്റ് കഞ്ഞിയാണ് കുടിക്കുക. ഇവൻ്റെ ഓൾറെഡി ചായ കൂടി കുറച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ കഞ്ഞിയുള്ളത് ഇത്തിരി കൊടുക്കും. ഏട്ടന് പൊരി നനച്ച് വയ്ക്കണം. എനിക്ക് നമ്മുടെ ബ്രൗൺ ബ്രെഡ് ഉണ്ടല്ലോ, അതിൽ ഞാൻ അവക്കാഡോ മേടിച്ചിട്ടുണ്ട് ഡയറ്റിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ഡയറ്റൊന്നും ഇന്നലെ നടന്നിട്ടില്ല, പക്ഷെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല കറക്റ്റ് പ്രോപ്പറായിട്ട്. എക്സസൈസ് ചെയ്തിട്ടില്ല, വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പം ഇപ്പം ഇവനെ കുളിപ്പിക്കണം. ഇവനെ കുളിപ്പിച്ചിട്ട് കിടന്ന് കഴിഞ്ഞാൽ എനിക്ക് എണീക്കാൻ പറ്റില്ല. ചിക്കൻ മേടിക്കാൻ ഞാൻ പറഞ്ഞു ഏട്ടനോട്. കാരണം
ചിക്കൻ ആക്കാം. അപ്പം ഏട്ടൻ പറഞ്ഞു ചിക്കൻ വാങ്ങിക്കേണ്ട, പുറത്തുനിന്ന് വാങ്ങിക്കുക, നമുക്ക് വയ്യാത്തതല്ലേ. എനിക്കിങ്ങനെ എന്തൊരു മടി. ഇവിടെ എല്ലാവരും ഉള്ളപ്പോൾ പോയി കഴിക്കുന്ന പോലെയല്ല. അല്ലാണ്ട് അപ്പം ഏട്ടൻ പറഞ്ഞു പണി നോക്കട്ടെ. ഇന്ന് ഏട്ടനൊരു വർക്ക് വന്നിട്ടുണ്ട്, വർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏട്ടൻ വർക്കിന് പോവും. ഞാൻ മാത്രമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവിടെ ഉള്ള കറികളൊക്കെ ഉണ്ട്. പാറിന് കൊടുത്തയച്ച കറിയും ചോറും, പിന്നെ നമുക്കിന്ന് മത്തങ്ങയും പയറും എലിശ്ശേരിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതുകൂടി അഡ്ജസ്റ്റ് ചെയ്യും. അതല്ല ഏട്ടന് വർക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നോക്കട്ടെ. ആദ്യം ഇവനെ കുളിപ്പിച്ചിട്ട് ഏട്ടന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെയാണ്. ഇവിടെ ആരും ഇല്ലാത്തതിൻ്റെ ഒരു കുറവെന്ന് പറയുന്നത് പണിയുടെ കാര്യമല്ല കേട്ടോ പറയണത്. അതായത് ഇപ്പോൾ നോക്കിയാൽ ഇപ്പോൾ ആരുമില്ല, മിണ്ടിയും പറഞ്ഞിരിക്കുക, ഇങ്ങനെ ഇരിക്കണം. ഈ സമയത്ത് ഞാനും കീത്തും പിള്ളേരും ഇവിടെ അലമ്പി നടക്കുന്ന സമയം ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ അടുക്കുക. എനിക്കിപ്പോൾ വേദനയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ അവിടെ കിടക്കുന്നുണ്ടായി, റൂമിൽ കിടക്കുന്നുണ്ടായേനെ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് കാണാം. ഏട്ടൻ പാല് മേടിച്ചിരുന്നത് ഇപ്പോഴാണ് കേട്ടോ, അച്ഛൻ വന്നപ്പോൾ. സാധാരണ അച്ഛൻ 6 മണിക്ക് ഇത് മേടിച്ചിട്ട് വരും. പോത്തിനൊക്കെ അച്ഛനൊരു 7 മണിയാകുമ്പോഴത്തേനും മാറ്റി കിട്ടും. പക്ഷേ കാശിക്കുട്ടനെ എന്താ പറയുക, പാറൂസ് പോണ വരെ കാശിക്ക് എൻ്റെ പിന്നീന്ന് പോവില്ല. അപ്പോൾ എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കാശി പോണത് വരെ ഏട്ടൻ കാശിന് എടുത്തുകൊണ്ട് കിടക്കും. അവൻ്റെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഏട്ടൻ ഇതൊക്കെ ചെയ്യാൻ ഇത്തിരി ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അവിടെ ആ പണിയിലാണ്. കാശിമോൻ തൊട്ട് കഴിച്ചിന് എന്തുട്ടണത് പൊരി പറഞ്ഞേ. ആശാനെന്ന് കഞ്ഞി കുടിക്കാൻ വലിയ മൂടില്ല. ഞാൻ കൊടുത്തപ്പോൾ വലിയ തൃപ്തി കാണിക്കുന്നില്ല. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊരി അതിന് ഭയങ്കര ഇഷ്ടമാണ്. പൊരിയിൽ ഒരു അത്യാവശ്യം വലിയൊരു നേന്ത്രപ്പഴം ഇട്ടിട്ട് മിക്സ് ചെയ്തു, അതിൽ കുറച്ച് നെയ്യ് ഇങ്ങനെ തൂവി കൊടുക്കും. അപ്പോൾ പിന്നെ ഒരു വലിയ പഴമായതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ച് കഴിഞ്ഞാൽ ഹെൽത്തിയുമാണ്, വയറ് നിറഞ്ഞ് കിടന്നോളും. എടാ ചേട്ടനിപ്പോൾ പഴം മേടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഏട്ടനിങ്ങനെ പൊരിയിലിങ്ങനെ നേന്ത്രപ്പഴം ഇഷ്ടമല്ല, റോബസ്റ്റോടെ ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് അതിങ്ങനെ കോരി കഴിക്കാൻ ഇഷ്ടം. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് നാളികേരം ചെരുകണത് ഇഷ്ടമല്ല. കാരണം ഇപ്പോഴായി പിന്നെ എരിച്ചിലൊരു പ്രശ്നമുള്ളതുകൊണ്ട് നാളികേരം ചേരുന്നത് ഇഷ്ടമല്ല. സോ പഴം മേടിക്കാൻ പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കട്ടെ ഗൈസ്. എനിക്ക് ഇവിടെ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ചുരുണ്ട് കിടക്കണതുണ്ട്. പക്ഷെ കിടന്നാൽ ഞാൻ ചിലപ്പോൾ ഇരിക്കൂല, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ദേ എൻ്റെ കയ്യിൽ അവക്കാഡോ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്, പ്ലസ് ഡയറ്റൊക്കെ നോക്കുന്ന ആൾക്കാർക്കും നല്ലതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ, പകുതിയല്ല ഇതിൻ്റെ ഫുള്ള് എടുക്കുന്നുണ്ട്. ഫുള്ള് എടുത്തിട്ട് ഈ ഒരു പേസ്റ്റ് ഞാൻ മാറ്റി വെച്ചിട്ട് വൈകുന്നേരത്തേക്ക് പാറുവിന് ആവശ്യമുണ്ടെങ്കിൽ അവൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. അവൾക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ കഴിക്കും. അപ്പം ഡയറ്റ് ഞാൻ പുതിയത് എടുക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഡയറ്റ് എടുക്കുന്നുണ്ട്, പക്ഷേ ഈ 2 ദിവസമായിട്ട് ഒട്ടും അത് നടപ്പിലായിട്ടില്ല. ബിക്കോസ് ഇത് കറക്റ്റ് പ്രോപ്പർ ടൈമിലൊക്കെ നമ്മൾ ഫുഡ് കഴിക്കണം. നമുക്ക് രാവിലെ എണീറ്റ് അപ്പം തന്നെ ഒരു ഡ്രിങ്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടൊരു അതിൻ്റെ ഇടയിൽ ഒരു സ്നാക്ക് ടൈം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ലഞ്ചിനും ഈവനിങ് സ്നാക്ക് ടൈം ഉണ്ട്, പിന്നെ ഡിന്നർ 7 o'clock. കറക്റ്റ് പങ്ക്ച്വാലിറ്റിയിൽ ചെയ്യേണ്ട കാര്യമാണ്, ഒക്കെ താളം മറിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കണത് ഞാൻ വേറെ വീഡിയോയിൽ വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ തരാം. അപ്പം അവക്കാഡോ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയിട്ട് വരാം. അതുകൊണ്ട് നമ്മുടെ അവക്കാഡോ സാൻഡ്വിച്ചിനുള്ള മിക്സ് റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന് മുമ്പ് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് സാൻഡ്വിച്ച് അല്ല ഒരു സ്മൂത്തിയൊക്കെ പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഒരു ചൊവ്വ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഇത് അടിപൊളിയായിരിക്കും. ബ്രൗൺ ബ്രെഡ് എനിക്ക് വെറുതെ കഴിച്ചപ്പോൾ എന്തോ പോലെ തോന്നി. ഇത് നമ്മുടെ മറ്റേ വൈറ്റ് ബ്രെഡ് ആണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇതിൽ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇത് ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞിരുന്നു. ഞാനപ്പോൾ അത് ഏട്ടന് കൊടുത്തപ്പോൾ ഏട്ടന് വേണ്ട, ഏട്ടനത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട പൊന്നൂസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏട്ടൻ്റെ പൊരിയും പഴമാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്ത് വിശപ്പ് മാറാനാണ്. ഇവിടെ എന്തുണ്ടാക്കി വെച്ചാലും പൊരി ഉണ്ടെങ്കിൽ ഏട്ടന് ഇങ്ങനെയാട്ടോ കഴിക്കുക. പൊരിയും പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ കിച്ചണൊക്കെ വെടുപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കറിയൊക്കെ സെറ്റാക്കുന്നുണ്ട് ഞാൻ. മത്തങ്ങയും പയർ എലിശ്ശേരിയുടെ
പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം കെടുക്കും, എനിക്ക് ഭയങ്കര വയറുവേദന വരുന്നുണ്ട്, കുറച്ച് നേരം ഒന്ന് കെടുക്കും, അപ്പോഴത്തേനും എണീക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. സാധാരണ ഞാൻ അങ്ങനെയല്ല, എനിക്ക് എന്താ പറയുക, ഒറ്റയടിക്ക് പണികളൊക്കെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കെടുക്കണം, അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ സാഹചര്യം അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഓരോന്ന് പണികളായിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ കാശിക്കുട്ടൻ അവിടെ ഉണ്ടെന്ന് പോലും ഞാൻ അറിയണില്ല. അവന് ഒരു കുഴപ്പമുണ്ടാവില്ല, അവൻ്റേതായ ലോകത്ത് അവനിരുന്ന് കളിക്കും. ഇപ്പോൾ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് കളിക്കും. ഇപ്പോൾ എന്തെങ്കിലും ഫുഡ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് ആസ്വദിച്ചിരുന്ന് കഴിച്ചോളും. അവനെ കൊണ്ട് അങ്ങനത്തെ വാശി കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനി കുറേ കഴിയുമ്പോൾ അത് മാറുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ സ്റ്റിൽ ആളെ കൊണ്ട് ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാക്കാറില്ല അവൻ. അപ്പോൾ നമ്മൾ ഈ റൂമിലാണ് കിടന്നിരുന്നത് അച്ഛൻ്റെ അമ്മയുടെ. അപ്പോൾ അവർ ഇന്ന് വരുന്നത് കൊണ്ട് ഞാൻ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ മാറ്റി നമ്മുടെ ബെഡൊക്കെ കറക്റ്റ് സ്ഥലത്തൊക്കെ ഇട്ട് അവിടെ കടിച്ചു വാരി കേട്ടോ. പിന്നെ ഏട്ടന് വേപ്പിലയുടെ കുറച്ച് വെട്ടാനും മാറ്റി കെട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലാഡർ പൊക്കി കൊടുക്കുകയാണ്. അയ്യോ, കുറച്ച് ഭാരപ്പെട്ട പണിയായിരുന്നു, എന്നാലും ഞാനത് ചെയ്തു. പിന്നെ എനിക്ക് നല്ല വയറുവേദന വന്നപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചായ ഉണ്ടാക്കി കുടിച്ചു. ചായയല്ല, കാപ്പി ഉണ്ടാക്കി കുടിച്ചു. എനിക്ക് ഈ സമയത്ത് സ്വീറ്റിൻ്റെ ക്രേവിങ്സ് എനിക്ക് നന്നായിട്ട് വരണ്ട, അല്ലെങ്കിൽ എനിക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഡയറ്റ് ആയതുകൊണ്ടും പറ്റണില്ല കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് കുറേ നേരം ഇരുന്ന് കുറേ വീഡിയോ ഒക്കെ കാണിച്ചു തന്നു. ഞാനപ്പോൾ കെടുക്കാനായിട്ട് ഞാൻ കുളിക്കാനുള്ള ചൂടുവെള്ളം മേലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കെടുന്നതാണ്. എനിക്ക് സ്റ്റൊമക്ക് ഏക്ക് വരുമ്പോൾ ഇങ്ങനെ സ്റ്റില്ലായിട്ട് ഇങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വയറുവേദന ഇത്തിരി കുറയും. പക്ഷേ ഞാൻ ഈ ഒരു കിടന്ന് നല്ല രീതിയിൽ ഉറങ്ങി. അടിയിൽ ഏട്ടൻ കാശിക്കുട്ടനെ നോക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് സമാധാനം. കുറച്ച് നേരം കെടുക്കാമല്ലോ വെച്ചാൽ ഞാനിപ്പോൾ റൂമിലേക്ക് കയറി വന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് പിന്നെ ഞാൻ ഈ ഫോൺ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓഫ് ചെയ്തത്. അത്ര നേരം പ്ലേ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏട്ടൻ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എണീക്കണ തന്നെ. അടിയിൽ ചെന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സവാള ഉണ്ടല്ലോ, സവാളയും അതായത് തക്കാളി വാട്ടിയിട്ട് അതിൽ മുട്ട ചിക്കിയിട്ട് കഴിക്കാൻ വെച്ചു. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ, അങ്ങനെ ആയിരുന്നു. അപ്പം എന്താ പറയുക, ഏട്ടൻ പറഞ്ഞു ഒന്നും വേണ്ട. കാരണം ചേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഒരു അച്ചാറും കൂട്ടിയിട്ട് നല്ല രീതിയിൽ സദ്യ പോലെ കഴിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒട്ടും ആഗ്രഹങ്ങളില്ല ഫുഡിൻ്റെ കാര്യത്തിനൊന്നും. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് പറയും കേട്ടോ. അപ്പം ഇന്നെനിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ ഏട്ടന് ഉണ്ടെങ്കിൽ പോലും ഏട്ടനോട് പറയില്ല. അപ്പം എന്നോട് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എൻ്റെ മൈൻഡ് സെറ്റ് വേറൊരു തോട്ട് വരും. അയ്യോ, ഞാൻ മാത്രം ഉണ്ടായിട്ട് ഏട്ടന് ഫുഡ് കാര്യങ്ങൾ കറക്റ്റ് വെച്ച് കൊടുത്തില്ലല്ലോ. ഏട്ടന് അങ്ങനെ ഒരു തോന്നൽ വരും, വീട്ടിൽ ആരും ഇല്ലാത്ത കാരണം എന്നെ അവൾ നോക്കുന്നില്ല എന്ന്. എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു കോംപ്ലക്സ് ഉണ്ട്. സോ ഞാനിത് ഉണ്ടാക്കിയത് ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനത് ഉണ്ടാക്കിയിട്ട് അപ്പം കാശിക്കുട്ടൻ വീണ്ടും ഞാൻ ചെന്ന് കിടന്നു. ഇപ്പോഴത്തേനും എൻ്റെ വയറുവേദന കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്ര ശക്തമായതൊക്കെ മാറിയും ഇത്തിരി ആശ്വാസത്തോടെ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. ഏട്ടൻ കാശിക്കുട്ടൻ ഉറങ്ങായിരുന്നു, വീണ്ടും ഉറങ്ങുന്നു, വീണ്ടും എണീറ്റ് ആ ഒരു പരിപാടിയിലായിരുന്നു. അവന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഏട്ടനോട് കിടന്നോളാൻ പറഞ്ഞു. ചേട്ടൻ്റെ ഭക്ഷണം കഴിക്കൽ ഒരു 11 മണി, എൻ്റെ ഭക്ഷണം കഴിക്കലും ഒരുവിധം സമയമാകുമ്പോഴൊക്കെയാണ്. കറക്റ്റ് പ്രോപ്പറായിട്ടല്ല. ഇപ്പോൾ ഡയറ്റ് തുടങ്ങിയ പിന്നെയാണ് അതിൻ്റേതായൊരു സംഭവം വന്നിരിക്കുന്നത്. പിന്നെ അവൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റപ്പോൾ ഞാൻ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് പെയിൻ വരും, ഇടയ്ക്ക് പെയിൻ വരില്ല, അങ്ങനെയാണ്. അപ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കടി, അപ്പം മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് കഴിക്കാൻ ഇരുത്തിയിരിക്കുകയാണ്. മത്തങ്ങയും പയറും ഈ ഒരു തക്കാളി വാട്ടിൽ മുട്ട ചിക്കിയതും. ഇത് കഴിച്ചിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യണം. ഞാനും ഗീത്തും ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് ഇത് അശ്വതി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് കൊണ്ടുവരാറുള്ളത്. ഞങ്ങൾ രണ്ടുപേരും അപ്പോഴാണ് കഴിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് കേട്ടോ. അന്നേ തൊട്ട് ഭയങ്കര ഫേവറേറ്റ് ആണ്. ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു. വയ്യായ നല്ല രീതിയിൽ കുറവുണ്ട് കേട്ടോ. വാഷ് ബേസിൽ ഫുള്ള് പാത്രം കഴുകാനുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക, കഴിഞ്ഞ ദിവസം മാളിൽ പോയപ്പോഴും ഞാൻ മറ്റേ മിൽക്കി മിസ്റ്റിൻ്റെ യോഗട്ടിൽ മാംഗോ ഫ്ലേവറിൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ കഴിക്കാൻ പോണത്. ഡയറ്റാണ് കേട്ടോ ഗൈസ്. എൻ്റെ ട്രെയിനർ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലും. ഓക്കെയാണ്. ആരുട്ടെന്റെ സ്കൂൾ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. ഹായ്, കുളിക്കടേ. വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്.
വെള്ളത്തിൽ അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഞാൻ ഓക്കെ ആയിട്ടുണ്ട്. ഇന്ന് അവരെത്തും കേട്ടോ. ഇന്ന് തീർത്തൊന്നെങ്കിലൊക്കെ എത്തും. ഒരു 9 o'clock ഒക്കെ ആകുമ്പോഴത്തേനും അവരെത്തും. ഓ ആ ഞാൻ പാറുന്ന ഇപ്പോഴായി പിന്നെ ഇന്നും ഷേക്ക് അടിച്ചു കൊടുക്കും. അതായത് അവള് നേന്ത്രപ്പഴം കഴിക്കില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഷേക്കാക്കി കൊടുക്കും. അപ്പോൾ അതിപ്പോൾ കുടിക്കാറുണ്ട്. അപ്പോൾ ഞാനിന്ന് രാവിലെ സാൻഡ്വിച്ച് ഉണ്ടാക്കിയതിൻ്റെ കുറച്ചായൊരു ആ പേസ്റ്റ് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വന്ന് കഴിക്കാൻ ചാൻസ് വളരെ കുറവാണ്. കൊടുത്തോ? ഓ വരുന്നു. മൂത്രം ഒഴിച്ചവൻ ഞാൻ ആ കുഞ്ഞി പൈപ്പ് കൊണ്ടാണ് ചുണ്ടട്ടാ. പാറു മുടി ഇരിക്കൊണ്ടിരിക്കുകയാണ്. അടുക്കളയിൽ നിന്നിട്ടാണോ മുടി ചീവുന്നത്? അങ്ങോട്ട് പോയത് ചീവ് പാറു. ആക്ച്വലി ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ അവക്കാഡോ ആണെന്ന് മനസ്സിലായി. പക്ഷെ എങ്ങനെയുണ്ട് പാറു ഈ ഗ്രീൻ മയോണൈസ്? ഗ്രീൻ കളർ ഞങ്ങൾ ഗൈസ് ഗ്രീൻ കളറിലാണ് ഞങ്ങൾ മയോണൈസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്രാവശ്യം ഒരു ചെറിയൊരു ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രീൻ മയോണൈസ് ചെയ്തിട്ടുള്ള സാൻഡ്വിച്ച് ആണ് ഇന്ന് പാറു കഴിക്കാൻ പോണത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എനിക്ക് കുക്കിങ്ങിൽ ഇഷ്ടപ്പെട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഫാസ്റ്റായിട്ട് കഴിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യും. അതവർ കഴിച്ചും കൂടെ കാണണം, എന്നാൽ എനിക്ക് സന്തോഷമാവുള്ളൂ. പാറുമോളെ സംബന്ധിച്ച് എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്താലും അവൾക്ക് ഇഷ്ടമാവില്ല, അവൾ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. പക്ഷേ ഇത് പാറുട്ടൻ നല്ല രീതിയിൽ കഴിച്ചപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമാണ്. ഒന്നാമത്തത് അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് പാറു കഴിക്കുന്നത്. എൻ്റെ മോളെ കഴിച്ചില്ല അങ്ങനെയൊക്കെയാണ് കേട്ടോ. അവൾക്ക് ഷെയ്ക്കാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്. ആ ഒരു ഷെയ്ക്ക് മൊത്തം കുടിക്കുമ്പോൾ തന്നെ എനിക്ക് ആശ്വാസമാണ്. കാരണം ബാക്കിയുള്ള സമയത്തൊക്കെ ഫുഡ് കഴിക്കലെന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. ഈ ലഞ്ച് ബോക്സ് കൊണ്ടുപോകണത് അതെന്നെ കഴിപ്പിച്ചിട്ട് അവിടെ നിന്ന് വിടത്തുള്ളൂ. പക്ഷെ അതത്രയും ബുദ്ധിമുട്ടായിരിക്കും ടീച്ചേഴ്സിനൊക്കെ. അതുകൊണ്ടൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിക്കാൻ കൊടുക്കത്തുള്ളൂ. അപ്പം എന്താ പറയുക, പിന്നെ നമ്മൾ കാണുന്നില്ല എന്തോ എങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ പാറു ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കഴിച്ചത്. അപ്പോൾ സോ ഹാപ്പി. ഇത് അമ്മമാർ എന്തായാലും മക്കൾക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. ഭയങ്കര സന്തോഷമായി പാറൂസ് അത് കഴിച്ചപ്പെട്ടോ. കാരണം എന്താണെന്നറിയാമോ, പാറു ഇങ്ങനത്തെ എന്താ പറയുക ഈ അവക്കാഡോ ആയാലും ഒന്നും വേറൊരു സാധനമായിട്ട് കഴിക്കില്ല. ഇത് ഗ്രീൻ കളർ കണ്ട വശം ഇവിടെ കിടന്ന് തുള്ളായിരുന്നു. അമ്മ എനിക്ക് അവക്കാഡോ വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു പാറു അമ്മ ഇത് ഗ്രീൻ മയോണൈസ് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു. പറ്റിച്ച് കഴിക്കുന്നുണ്ട്. അയ്യോ, നിങ്ങളുടെ മക്കൾക്കായാലും ഇപ്പം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നോട് പാറു ഭയങ്കരമായിട്ട് ക്ഷീണമായി, കുട്ടി ആകപ്പാടെ കോലം കിട്ടു. എന്നെ ചീത്ത പറയണം എല്ലാവരും. എൻ്റെ കസിൻസൊക്കെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ബാക്കിയുള്ളവർ നോക്കിയിട്ടും നിൻ്റെ യൂട്യൂബിൻ്റെ പിന്നാലെ നിൻ്റെ മോളെ നോക്കാൻ സമയമില്ലേ, അങ്ങനെയൊക്കെയാണ് പറയണേ. പക്ഷെ പാറു ഒന്നും ഡയറക്റ്റ് കഴിക്കില്ല, ഒരു സാധനം ഡയറക്റ്റ് കഴിക്കില്ല. പിന്നെ ഞാൻ പാല് കൊടുക്കാറില്ല. ഒരാഴ്ച പാല് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾക്ക് വയ്യായി. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഷെയ്ക്ക് അടിച്ചു തുടങ്ങി. ഷെയ്ക്ക് ഒരു സമയത്ത് കുടിച്ചിരുന്നു. എല്ലാ നട്ട്സും ഒരു നേന്ത്രപ്പഴം ഇട്ടിട്ട് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഷെയ്ക്ക് കുടിക്കും. അത് കഴിക്കാണ്ടാവുമ്പോൾ ഞാൻ ഫോണായാലും വെച്ച് കൊടുത്തിട്ട് ഫുള്ള് ഞാൻ കുടിപ്പിക്കും. പിന്നെ എന്താ ചെയ്തത്, അപ്പോൾ ഒരാഴ്ച അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെങ്ങനെ എങ്ങാണ്ടൊക്കെ കുടിക്കും. ഇപ്പോൾ ഇത് ഇങ്ങനെ കഴിച്ചപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മക്കൾ ഇങ്ങനെ ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് സെയിം കണ്ടൻറ്റ് വെച്ചിട്ട് ഇൻഡയറക്റ്റായിട്ട് സാധനം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടോളും.
ഇനിയിപ്പോൾ ഞാൻ വേഗം കുറച്ചും കൂടെ പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട്. വേഗം എല്ലായിടത്തും അടിച്ചു വാരിയൊക്കെ ഇട്ടിട്ടൊക്കെ വേണം റെഡി ആയിട്ട് പോകാനായിട്ട്. എവിടേക്കോ പോവാന്ന് ഏട്ടൻ പറഞ്ഞു, എവിടേക്കാണെന്ന് എനിക്കറിയില്ല. ഒരു സ്ഥലം വരെ കൊണ്ടുപോകാന്നാണ് പറഞ്ഞത്. വേഗം റെഡി ആവട്ടെ, എന്നിട്ട് പോകാൻ നോക്കട്ടെ. അപ്പോൾ ഗൈസ് ഞാൻ റെഡി ആയിട്ടുണ്ട്, പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ചുരിദാർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കമൻറ്റ് സെക്ഷനിൽ അല്ല സൈഡിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ വീട്ടിൽ നിന്ന് എനിക്ക് അമ്മയുടെ ഓഫീസിലേക്കൊന്നും എൻ്റെ അമ്മയുടെ ഓഫീസിലേക്കൊന്ന് പോകാനുണ്ട്. അതിനുശേഷം ഏട്ടനെ എവിടേക്ക് കൊണ്ടുപോകണം. പിന്നെ നമ്മൾ 9 o'clock 9:30 ഒക്കെ ആകുമ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം, അവരെ പിക്ക് ചെയ്യണം. ഇതാണ് ഇന്നത്തെ നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പരിപാടികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. 5 to 9:30 അത്രയും സമയം നമുക്കുണ്ട് എന്താണെന്ന് വെച്ചാൽ കാണിക്കാനായിട്ട്. അപ്പോൾ എവിടേക്കോ കൊണ്ടുപോകാൻ ഏട്ടൻ പറഞ്ഞു, എവിടേക്കാണെന്ന് അറിയില്ല. അപ്പോൾ കാണാം. കാശി ഹായ് കൊടുക്ക്. ഗൈസ് ഇപ്പൊ ഏട്ടൻ നമ്മളെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു കഫേക്കാണ്. കഫേ ഐസ്ക്രീം പാർലർ കൊണ്ടുവന്നിട്ട് കുറേ നാളെ ഒരു സാധനം ഇവിടെ ചോദിക്കുന്നു, അത് ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും താങ്ക് യു സോ മച്ച്. ഗൈസ് ഫസ്റ്റ് ഒരു ഷവർമയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇവിടുത്തെ ഫ്രഞ്ച് ഫ്രൈസ് നല്ല രസമുണ്ടായിരുന്നു, കാരണം ഭയങ്കര ഫ്രഷ് ആയിരുന്നു കേട്ടോ, നല്ല ഫ്രഷ് ഫീലിംഗ് ആയിരുന്നു. ഈ ഷവർമയുടെ ഉള്ളിൽ നല്ലോണം ക്വാണ്ടിറ്റി ഉണ്ട്, ചിക്കനൊക്കെ വലിയ പീസ്. സോ ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മേ ബി ഇഷ്ടപ്പെടാഞ്ഞത് അതുകൊണ്ടായിരിക്കും. എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക മയോണൈസും ജ്യൂസി ആയിരിക്കണം എനിക്കിഷ്ടം. പിന്നെ ഈ ഒരു ഐസ്ക്രീമിൻ്റെ പേര് ഞാൻ മറന്നത്, സ്മോക്കീസോ ചോക്ലേറ്റ് അങ്ങനെ കൊക്കോയോ അങ്ങനെയൊക്കെ എന്തോ പറഞ്ഞിട്ടാണ്. കമൻറ്റ് ചെയ്യാൻ മറക്കട്ടെ, കുറേ പേർക്ക് അറിയായിരിക്കും. ഇത് തിളയ്ക്കുന്ന പോലെ തന്നെ നല്ല ചൂടായിരിക്കും, അതായത് ഈ സൈഡിലൊക്കെ നല്ല ചൂടായിരിക്കും. നമ്മൾ വാനില പിന്നെ ചോക്ലേറ്റ് ഫ്ലേവർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മളിത് ഫസ്റ്റൊക്കെ നല്ല ഇഷ്ടമായി, പിന്നെ കഴിച്ച് വരുമ്പോൾ നമുക്ക് കിക്കടിക്കും ഗൈസ്. അതായത് ഇത് ഇങ്ങനെ എന്താ പറയുക ഭയങ്കര മധുരമായിരിക്കും. പിന്നെ നമ്മൾ ഇത് കഴിച്ച് തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് നമ്മളൊരു എന്താ പറയുക ഫലൂദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ എല്ലാവരുമായിട്ടും തീർത്തുട്ട. പാറിൻ്റെ കൈ ജസ്റ്റ് ചെറുതായിട്ട് പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ തിളയ്ക്കുന്ന സ്ഥലത്തെ കൈതട്ടിപ്പ് പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറിയൊരു കോട്ടിങ് പോലെ ഉണ്ട്, അതായത് ചോക്ലേറ്റ് ആണ്. ഭയങ്കര എന്താ പറയുക, എനിക്കൊക്കെ മധുരം എന്ന് വെച്ചാൽ അത്രയ്ക്കും പ്രാന്തമുള്ള ആളാണ്, പക്ഷേ എനിക്കടക്കം ശരിക്കും പറഞ്ഞാൽ അത് പറ്റുണ്ടായിരുന്നില്ല. ചേട്ടനൊക്കെ കിറിങ്ങിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ എനിക്ക് ഇപ്പോൾ കാണുമ്പോൾ കൊതിയാവുന്നു ഗൈസ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരുന്നു, കാരണം നല്ല മധുരവും നല്ല ക്രീമി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്കത് കഴിച്ചു തീർക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാനും ഏട്ടനും മാത്രമല്ലേ വലുതായിട്ടുള്ളൂ. പക്ഷെ ഇത് നിങ്ങളെൻ്റെ മുഖത്ത് എൻ്റെ ഒരു ഇഷ്ടമില്ലായ്മ ഫീൽ ചെയ്യണത്, എനിക്ക് ഈ ഫലൂദ ഭയങ്കര ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല. കാരണം മധുരം തലക്കടിച്ച് ഞാൻ കിക്കടിച്ച് എനിക്ക് ഇതിൻ്റെ മധുരം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു, എടി നിനക്കിത് ഇഷ്ടമായിട്ടില്ല പറഞ്ഞാൽ വേറെ ഒന്നുമല്ല കേട്ടോ, ഇതാണ് ഫസ്റ്റ് ട്രൈ ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഇഷ്ടമാവും. ഐസ്ക്രീം കഴിച്ചു, എങ്ങനെയായിരുന്നു വേറെ ഐസ്ക്രീം? ഏട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഏട്ടാ? സംഭവം സെറ്റാണ്, പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ലെവലുള്ളവർക്കൊന്നും പറ്റൂല. അപ്പൊ നമുക്ക് മധുരത്തിനോടുള്ള താല്പര്യക്കുറവായതുകൊണ്ട് ഫലൂദ നല്ല ഫലൂദ കേട്ടോ. അത് നമ്മൾ അത്രയും ഹെവി മധുരം കഴിച്ചതുകൊണ്ട് അതൊരു ഹെവി ആയിട്ട് തോന്നി. അല്ലാണ്ട് അത്ര പൈസ എല്ലാവർക്കും ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഏട്ടാ. നൈസായിരുന്നു, നൈസായിരുന്നു. പക്ഷെ മറ്റേതുണ്ടല്ലോ, മറ്റേത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ചും കൂടെ എന്താ പറയാ, അതെ വീട്ടിലൊക്കെ വെച്ചിട്ട് തിരിച്ച് കഴിക്കാൻ അടിപൊളിയായിരിക്കും അല്ലടാ. മധുരം ഭയങ്കര ഒരു പോണൊഴിക്ക് ഒരു പാക്കറ്റ് അച്ചാർ മേടിച്ചിട്ടാ. അച്ചാർ നോക്കിയാലേ ശരിയാവുള്ളൂ. നല്ല കട്ട മധുരമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളിനി പോണത് എവിടേക്കാണ്? ഇനി നമ്മള് നേരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നമുക്ക് അവരെ പിക്ക് ചെയ്യാൻ പോവാം. അവരെ പിക്ക് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. അപ്പൊ ഇനി ഓൺ ദ വേ ടു തൃശ്ശൂർ. ഗൈസ്
നമ്മളിപ്പോ എവിടെയായിട്ട് എത്തിയത്? ഞങ്ങളിപ്പോ കണിമംഗലത്തുണ്ട്. കണിമംഗലത്ത് ഇങ്ങനെ നിക്കണം ഇങ്ങനെ. യെസ്, കണിമംഗലത്ത് നിൽക്കണം. അവരെ വിളിച്ചു വെച്ചപ്പോ അവര് ഷൊർണൂർ എത്തിയെന്നാ പറഞ്ഞത്. ഇനി നമുക്ക് 1 മണിക്കൂറുണ്ട്. അതായത് 9:30 ആകുമ്പോഴേ എത്തുള്ളൂ. ഈ 1 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യുമോ? ഗായ്സ്, ഞങ്ങൾ ദേ ഇവിടെ ഒരു പാട്ട് ആലപിക്കാൻ വേണ്ടി പോവാണ്. ഏതാണ് പാട്ട്? ഞാൻ കൂടെ വിടാം. മേടപ്പൊൻ വെയിലൂതി മിനുക്കി, അല്ല, മേടപ്പൊൻ വെയിലൂതി ഒരുക്കി മിനുക്കി തങ്കത്താലി, പൂവാകുരുന്നിനും പൂത്താലി, രാവിൻ തങ്ക നിലാവിൽ അലക്കിയെടുത്തു മേഘത്തോടി, പൊന്നാരപ്പെഞ്ചിനും പൂന്തോടി, വെയിൽ പോക്കും മുടിയും മൂവന്തി മുല്ലപ്പൂമാനം, മേടപ്പൊൻ വെയിലൂതി ഒരുക്കി മിനുക്കി തങ്കത്താലി, തങ്കനിലാവിലക്കിയെടുത്തോടി, പുന്നാര പെണ്ണിനും പൂന്തോണി. പാടുന്ന എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഏതോ ഒരു വാക്കങ്ങനെ മാറുന്നുണ്ട്. അതാണ് ഒന്നിനും പാടിയ മേടപ്പൊൻ വേലൂതി ഒരുക്കി മിനുക്കി. അതാണ് മേടപ്പൊൻ വേലൂതി ഒരുക്കി മിനുക്കി, ഒരിക്കല്ല ഉരുക്കി. മേടപ്പൊൻ വേലൂതി ഒരുക്കി മിനുക്കി തങ്കത്താലി, എന്തോ ഒന്നിനും പൂത്താലി. പിന്നെ അത് വേറെ പറ്റി തിങ്കൾ ഭരിക്കും പെണ്ണി മലരെ കള്ളനോട്ടം നോക്കി കാതരയായി കൊഞ്ചി കൂടെ സ്പ്രേതടിച്ച് നിന്നെ കാത്തു കാത്തു ഞാനിരിക്കുന്നു, നെഞ്ചിൽ നാട്ടുമൈന പാട്ട് മൂളുന്നു. ഈ പാട്ട് ഇഷ്ടമുള്ള ആൾക്കാര് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങു നീലത്തുരുത്തില് നീ പടപ്പിൽ നിഴലിടും, അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്ത് പതുങ്ങിയല്ലോ, താരക്കൊളുത്തുള്ളൊരാ ചെലുക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റില ഇട്ടു വെക്കാം കുഞ്ഞിളം വാവേ, കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടി ഉറങ്ങ് പൊന്നേ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടെ വളരെ വളരെ. വണ്ണാത്തിപ്പുഴയുടെ തീരത്ത് നാടോടി കഥയിലെ സ്വപ്നം കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ, കുങ്കുമമിട്ട കവിൾത്തടമോടെ മിന്നുകളിളകിയ പൊന്നരയോടെ, മഞ്ഞളണിഞ്ഞൊരു പൂമയോടെ നിലാവിലൊരുങ്ങി മയങ്ങണ കണ്ണേ കണ്ണാടി, കണ്ണാടി നോക്കും നേരത്ത് നാടോടിക്കഥയുടെ വണ്ണാത്തിപ്പുഴയുടെ തീരത്ത്. അമ്പലം ചുറ്റിയെത്തും പ്രാവുകളാര്യൻ പൊൻപാടം കൊയ്യുന്നു, തിങ്കളാഴ്ച പുലർച്ചയോ
ഉള്ളൂർ പൂക്കൂടം കൊട്ടുന്നു, നാഴിയിൽ മൂളം നാഴിയിൽ ഗ്രാമം നന്മ മാത്രമളക്കുന്നു, നന്മ മാത്രമളക്കുന്നു. സൂര്യതമ്പുരു ഗായത്രി മന്ത്രം നീട്ടുന്നു. മഞ്ഞളാടുന്ന പൊൻവെയിൽ മന്ത്രകോടിയൊടുക്കുന്നു. ഗൈസ്, അങ്ങനെ നമ്മളിതേ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താണ് കേട്ടോ. 9:25 അവർ ആദ്യം ഒരു 9 മണിക്ക് എത്തുന്നതാണ് പറഞ്ഞത്. പിന്നെ അത് 9:25 കുറേ സ്ഥലത്ത് ട്രെയിൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം കുറച്ച് ഡിലേ വന്നിട്ടോ. ഞങ്ങൾ നിർത്തിയിട്ടിരുന്നിടത്ത് കുറേ നേരം നിന്നു. പിന്നെ എനിക്ക് അവിടെ എന്തോ സേഫ് അല്ലാത്ത പോലെ ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് റെയിൽവേ സ്റ്റേഷനിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ടിടാം, കാറ് കൊണ്ടിടാമെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ കൊണ്ടിട്ടു. അതിൻ്റെ ഉള്ളിൽ ഞങ്ങളൊരു 1/4 മണിക്കൂർ ശരിക്കും പോസ്റ്റായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. ആദ്യം കുറേ ഇരുന്നു, പിന്നെ കെടുപ്പായി. അപ്പുറത്ത് നീർന്നിടുന്നു. 9:35 അവിടെ എത്താൻ 9 മണി. റെയിൽവേ സ്റ്റേഷനിലാണെന്ന് അറിയുന്നുണ്ട് ഗൈസ്. അരമണിക്കൂർ ഇങ്ങനെ കിടക്കണം. അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഫ്രണ്ടിലുണ്ട്. അങ്ങനെ ഗൈസ്, അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ പടകൾ എത്തിയിട്ടുണ്ട്. അവരുടെ ട്രെയിനാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ട്രെയിൻ കാണാൻ പറ്റുമായിരുന്നു നമ്മൾ നിൽക്കുന്നിടത്ത്. എനിക്കൊക്കെയാണ് ഭയങ്കര കൗതുകം ട്രെയിൻ എന്നൊക്കെ പറയുമ്പോൾ. പക്ഷെ നമ്മൾ ബസ്സിൽ പോയി വരുന്ന പോലെ എത്രയോ പാസഞ്ചേഴ്സ് ഡെയിലി ട്രെയിനിൽ പോയി വരുന്ന ആൾക്കാരുണ്ടല്ലേ. എന്നെ സംബന്ധിച്ച് ട്രെയിൻ എന്നൊക്കെ പറയുന്ന ഒരു കൗതുകാട്ടോ. കുറേ കഴിഞ്ഞപ്പോൾ നിഖിലൊക്കെ എത്തി, അച്ഛനെത്തി. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ പറയുക, 2 കൊല്ലത്തിനൊക്കെ ശേഷം നാട്ടിൽ വരുന്ന ആൾക്കാരെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അമ്മേനെയും അച്ഛനെയും നിഖിലിനെയൊക്കെ കണ്ടപ്പോൾ, പിള്ളേരൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം എന്താ പറയുക, ശരിക്കും ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്, ഞങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം, അതൊക്കെ ഇവരും കൂടി ഉള്ളപ്പോഴാണ് ഞങ്ങൾക്കത് ഓക്കെ ആവത്തുള്ളൂ. അവരില്ലെങ്കിൽ ഞങ്ങളില്ല, അങ്ങനെയാണ് കേട്ടോ. ഞങ്ങളുടെ സന്തോഷം ഞങ്ങളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ്. അല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ചോദിക്കാറില്ല, നിങ്ങൾ 2 കൂട്ടർക്കും വീട് അങ്ങോട്ട് മാറി താമസിച്ചൂടെ? സ്റ്റിൽ ഞങ്ങൾക്ക് ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റുന്നില്ല. ഒരുപാട് കാലം കഴിയുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല. എന്നുവെച്ചാൽ പിള്ളേർ ഒരുപാട് വലുതായി വരുമ്പോൾ നമ്മുടെ വീടിൻ്റെ സൗകര്യങ്ങൾ അത് അങ്ങനത്തെ ഒരു കേസൊക്കെ വരുമ്പോൾ നമ്മളത് ചിന്തിക്കുമോ നമുക്കറിയില്ല. പക്ഷേ ഇപ്പം ഞങ്ങൾക്കതിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റില്ല. ഒരു 2-3 ദിവസം എന്താ പറയുക, ഞങ്ങൾ മാത്രമായിട്ട് എന്താ പറയുക, ഒരുപാട് സ്ഥലത്ത് ഞങ്ങളങ്ങനെ ആയെങ്കിലും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ പോയെങ്കിലൊക്കെ കൂടെ ഹാപ്പിനെസ് ഞങ്ങൾക്ക് വളരെ കുറവായിരുന്നു. അപ്പോൾ അതേ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിരിഞ്ഞു. 2-3 ദിവസത്തെ ഫുഡ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മന്തിയാണ് കഴിച്ചത് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ വേറെ ഫുഡാണ് മേടിച്ചു കൊടുത്തത്. അപ്പോൾ ഇനി ഉള്ള നമ്മുടെ വീഡിയോസിൽ നമ്മുടെ പിള്ളേർ പടകളും ഞങ്ങളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇവർ ഭയങ്കര ടയേർഡാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റ ബൈ ബൈ, സീ യു.